അങ്ങനെ നോമ്പിന്റെ ഓരോ സമയത്തെയും കൃത്യമായി വിനിയോഗിക്കുക, മുൻഗണനാക്രമം കൊടുക്കുക. എന്തിനൊക്കെ വേണ്ടി സമയം ചെലവഴിക്കണം എന്ന് ആദ്യമേ തീരുമാനിക്കുക. പരിശുദ്ധമായ ഖുർആൻ ഒരു 5 പ്രാവശ്യമെങ്കിലും ഓതി തീർക്കുന്നു പ്രതിജ്ഞ എടുക്കുക. 3-ലെങ്കിലും എത്തട്ടെ. ദിവസം 3 ജുസ് ഓതി കഴിഞ്ഞാൽ റമദാൻ കഴിയുമ്പോഴേക്ക് 3 ഖത്ം തീർക്കാൻ നമുക്ക് പറ്റും. ഒരു ജുസ്ഇന് വിശാലമായിട്ട് നമ്മൾ ഓതുകയാണെങ്കിൽ തന്നെ ഒരു 25-30 മിനിറ്റ് എടുക്കും. 1.5 മണിക്കൂർ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റമദാൻ കഴിയുമ്പോഴേക്ക് 3 പ്രാവശ്യം ഖത്ം തീർക്കാൻ പറ്റും. ഇന്നലെ വാട്സപ്പിനും ഫേസ്ബുക്കിനും വേണ്ടി മാത്രം ചെലവഴിച്ച സമയം എത്ര എന്നുള്ളത് ആ ഫോണിൽ കയറിയിട്ടൊന്ന് പരിശോധിച്ചു നോക്കുക. എല്ലാവരും റീൽസ്, എല്ലാവരും ഷോർട്സ്. കുറെ ആളുകൾ അത് ഉണ്ടാക്കാൻ നിൽക്കുക, കുറെ ആളുകൾ അത് കാണാൻ നിൽക്കുക. അവസാനം രാത്രി കണക്കെടുക്കുമ്പോ ഒരു 4-5 മണിക്കൂർ കണ്ട് തള്ളിക്കളഞ്ഞിരിക്കുക ജീവിതത്തിൽ നിന്ന്. 4 മണിക്കൂറും 3 മണിക്കൂറും 5 മണിക്കൂറൊക്കെ ഫോണിൽ സമയം കളയുന്നവരുണ്ട്. വെറുതെ പറയണതല്ല. ബാംഗ്ലൂരിലെ ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ വീതം ഫോണിൽ ചെലവഴിക്കുന്ന ഒരാൾ 10 ദിവസം കൊണ്ട് 50 മണിക്കൂറാണ് തൊലച്ചു കളയണത്. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം 50 മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 100 ജുസ് ഓതാൻ പറ്റും. 30 ജുസ് ഓതുമ്പോഴേക്ക് ഒരു ഖത്ം തീരും. 100 ജുസ് ഓതുമ്പോഴേക്ക് 3 ഖത്തുമും 1/3 ഖത്തം. അപ്പൊ ഒരു 3.25 അല്ലെങ്കിൽ 3 ഖത്തമും പിന്നൊരു 1/4 ഖത്തമും കൂടെ നമുക്ക് തീർക്കാൻ പറ്റും. കാലല്ല, ഒരു 33% ഖത്തം കൂടെ നമുക്ക് തീർക്കാൻ പറ്റും. അതിന് പറ്റണില്ല. റമദാൻ ആവുമ്പോഴും അതിന് പറ്റണില്ല. പുതിയ ലോകല്ലേ, അങ്ങനെ തന്നെയല്ലേ നമ്മൾ കൂടെ തീരുമാനിക്കാൻ പറ്റൂല. എല്ലാരും ആ തീരുമാനത്തിലാണ്. ദീനിനെ പ്രണയിക്കുന്ന മുത്തറസൂൽ നഷ്ടപ്പെടുന്ന നമ്മൾ കൂടെ ആ ഒരു ലിബറൽ കൾച്ചറിലേക്ക് പോകാൻ പാടില്ല.